അമൃതേശ്വരിയെ നമഃ. എല്ലാവർക്കും നമസ്കാരം. അമൃത ടി വിയുടെ ഒരു പുതിയ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. അമൃത ടി വി കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി കേരളത്തിലെയും ഭാരതത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ള ആളുകളെയും വളരെയധികം ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമാണ്. എന്ന് മാത്രമല്ല, ഭാരതത്തിൻ്റെ പുറത്തുള്ള അനവധി ജനങ്ങളെ ആധ്യാത്മികമായും ബുദ്ധിപരമായും വൈകാരികമായും ഉയർത്താനും ഉണർത്തുവാനും അമൃത ടി വിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ അമൃത ടെലിവിഷൻ ഒരു പുതിയ കാൽവയ്പ് നടത്തുകയാണ്. ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിപാടികളായിരിക്കും ഇനി മുതൽ അമൃത ടെലിവിഷൻ ചെയ്യുന്നത്. ടെലിവിഷൻ ചാനലുകൾ നമുക്ക് അനവധിയുണ്ട്. എല്ലാ ചാനലുകളും അവരവരുടേതായ രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നുണ്ട്. എന്നാൽ അമൃത ചാനൽ തുടങ്ങിയതും അത് നിലനിൽക്കുന്നതും ഇനി ഭാവിയിലുള്ള അതിൻ്റെ മുന്നോട്ടുള്ള ഗമനവുമെല്ലാം ഒരു ആധ്യാത്മികമായ ചിന്താധാര കൂടി അതിനോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കും. അതെന്നും അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അമൃത ചാനലിൻ്റെ ഭാരവാഹികൾ വിശ്വസിക്കുന്നത്. പലരുടെയും ധാരണ ആധ്യാത്മികത എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന, ജീവിതത്തിൻ്റെ ഭാഗമല്ലാത്ത, ജീവിതത്തിന് ആവശ്യമില്ലാത്ത ഒരു ഘടകം ആയിട്ടാണ്. എന്നാൽ അങ്ങനെയല്ല. ആധ്യാത്മികത ജീവിതം തന്നെയാണ്. ജീവിതവും ആധ്യാത്മികതയും കൈകോർത്ത് പോകുന്ന രണ്ട് അംശങ്ങളാണ്. ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ആധ്യാത്മികതയാണ്. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ആധ്യാത്മികതയിലാണ്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് പരസ്പരം സഹായിക്കുന്നത് കൊണ്ടാണ്. സോളാർ സിസ്റ്റം മുതൽ സൗരയൂഥം മുതൽ ഇങ്ങോട്ട് ഓരോ ജീവജാലങ്ങളും ഏറ്റവും ചെറിയ അമീബ വരെയും നിലനിൽക്കുന്നത് ആധ്യാത്മികതയിലാണ്. എന്നുവെച്ചാൽ പരസ്പരം അവർ കൈകോർത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. പരസ്പരം പലതും ത്യജിക്കുന്നത് കൊണ്ടാണ്. പരസ്പരം നിരന്തരമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു വൃത്തം, ഒരു ചാക്രികമായ നിയമം പ്രപഞ്ചത്തിൻ്റെ എല്ലാ അംശങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിനെയാണ് ആചാര്യന്മാർ യജ്ഞഭാവം എന്ന് പറഞ്ഞത്. ഒന്നിനെ ഒന്നുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്ന ആ ഘടകം ഏതോ ആ ഘടകമാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. മനുഷ്യനും അതിൻ്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആധ്യാത്മികത ഒരു കാരണവശാലും ജീവിതത്തിൻ്റെ ഭാഗമല്ലാതായി മാറുന്നില്ല. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒരു അനാഥ കുട്ടിയോട് സ്നേഹം കാണിക്കുമ്പോൾ, കാരുണ്യം കാണിക്കുമ്പോൾ, ഒരാളോട് ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് ചിരിക്കുമ്പോൾ, ഒരാളെ സ്നേഹപൂർവ്വം തലോടുമ്പോൾ, സ്പർശിക്കുമ്പോൾ, നോക്കുമ്പോൾ, ഒരു നല്ല വാക്ക് ഹൃദയം തുറന്ന് പറയുമ്പോൾ ഒക്കെ നമ്മിലെ ആധ്യാത്മികത ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. എന്നാൽ നമുക്ക് പലപ്പോഴും ആ ഒരു ഭാവത്തെ നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കാതെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മാത്രമേ അറിയൂ, അതുകൊണ്ട് ആധ്യാത്മിക ഭാവം ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് തെറ്റാണ്. ഈ സ്നേഹവും കാരുണ്യവും സഹനവും ക്ഷമയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. അപ്പം യുദ്ധത്തിനും സംഘർഷത്തിനും മനുഷ്യർ തമ്മിലുള്ള പകയ്ക്കും പടവെട്ടലിനും ഒന്നും സമൂഹത്തെയോ ഈ പ്രപഞ്ചത്തെയോ നിലനിർത്താൻ സാധിക്കില്ല.
ഇത് ചരിത്രം തെളിയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ആധ്യാത്മികത വേണം, അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. കാരണം മനുഷ്യന് ഫിസിക്കലായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ്, ശാരീരികമായ ഒരു നിലനിൽപ്പുള്ളതുപോലെ തന്നെ അവന് ഒരു ഇൻറ്റേർണൽ എക്സിസ്റ്റൻസ്, ആന്തരികമായ ഒരു നിലനിൽപ്പുമുണ്ട്. ഇതിനെ രണ്ടിനെയും നമുക്ക് സംയമനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ ജീവിതത്തിൽ തീർച്ചയായും ഇംബാലൻസ് ഉണ്ടാകും. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു ഘടകം ഗ്രീഡ്, അത്യാഗ്രഹമാണ്. അത്യാഗ്രഹം എല്ലാ വേദികളിലും, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, അത് കുടുംബം മുതൽ മറ്റ് സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും ഗ്രീഡ് ആണ് ഏറ്റവും കൂടുതൽ, അത്യാഗ്രഹം, അത്യാർത്തിയാണ് ഏറ്റവും കൂടുതൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നത്. ഇത് ഒരു കുടുംബമാണെങ്കിലും, ഒരു സമൂഹമാണെങ്കിലും, ഒരു സംസ്ഥാനമാണെങ്കിലും, ഒരു ദേശമാണെങ്കിലും, അന്താരാഷ്ട്ര തലത്തിലും അത് പ്രപഞ്ചത്തിൻ്റെ എല്ലാ അംശങ്ങളിലും പ്രകടമാകും. ഈ ഒരു ചിന്താഗതിയിലേക്ക് ഉയരണം. അതിന് ജനങ്ങളെ ബോധവാന്മാരാക്കണം, ബോധവൽക്കരിക്കണം. അതുകൂടി അമൃത ടെലിവിഷൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാകണം. അതിനൊരു പുതിയ കാൽവെപ്പാകട്ടെ ഇത്. അമൃതം സ്പിരിച്വലി കണക്റ്റഡ് പ്ലാറ്റ്ഫോം കൂടി ഇതിനോടൊപ്പം നമ്മൾ തുടങ്ങുന്നുണ്ട്. അത് ഞാൻ മുമ്പേ പറഞ്ഞ ലക്ഷ്യങ്ങൾ സഫലീകരിക്കുവാൻ വേണ്ടിയാണ്. മൂല്യങ്ങളില്ല എങ്കിൽ സമൂഹമില്ല. അവിടെ സമൂഹത്തിൻ്റെ നാശം ആരംഭിച്ചിരിക്കും. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ വേണ്ട എന്ന് വയ്ക്കുന്ന, ആവശ്യമില്ലാത്തത് എന്ന് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഏറ്റവും അത്യന്താപേക്ഷിതങ്ങളായ ഘടകങ്ങളാണ്. ആ ഘടകങ്ങളെയൊക്കെ സമൂഹം മറന്നതുകൊണ്ടാണ്, അതൊക്കെ മറന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇന്ന് എല്ലാവിധത്തിലും, എല്ലാ രംഗങ്ങളിലും, വ്യക്തികളാണെങ്കിലും ഭരണാധികാരികളാണെങ്കിലും ജീവിതത്തിൻ്റെ മറ്റ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഒക്കെ നാശം, അല്ലെങ്കിൽ ഒരു ഗ്ലാനി, ഒരു മടുപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഇല്ലാതാകുവാൻ സമൂഹത്തിന് എല്ലാവരും സന്തോഷിക്കട്ടെ, എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ, എല്ലാവർക്കും എല്ലാം ലഭിക്കട്ടെ, ആരും ദുഃഖിക്കാതിരിക്കട്ടെ. ഇത് അമ്മയുടെ ഒരു വലിയ സ്വപ്നമാണ്. ഒരു ദിവസമെങ്കിലും എല്ലാവരും സുഖമായി ഭക്ഷണം കഴിക്കട്ടെ, ഒരു ദിവസമെങ്കിലും എല്ലാവരും ഭയമില്ലാതെ ഉറങ്ങട്ടെ, ഒരു ദിവസമെങ്കിലും യുദ്ധമില്ലാതിരിക്കട്ടെ, സംഘർഷമില്ലാതിരിക്കട്ടെ, ഒരു ദിവസമെങ്കിലും എല്ലാവർക്കും ശാന്തി അനുഭവിക്കാൻ കഴിയട്ടെ. ഇതൊരു സ്വപ്നമാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ സഫലീകരിക്കാവുന്ന ഒരു സ്വപ്നം, അത് ഉണ്ടാകുവാൻ അമ്മയെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന സർവശക്തി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം അമൃതേശ്വരിയൈ നമഃ.